ശരിക്കും പറഞ്ഞാൽ വണ്ടർല തുടങ്ങിയത് തന്നെ യാത്രയുടെ ഉള്ളിൽ നിന്ന് ഉൾത്തിരിഞ്ഞൊരാശയമാണ്. മറ്റു രാജ്യങ്ങളിൽ കണ്ട ആശയങ്ങൾ കോപ്പി അടിച്ച് തന്നെയാണെന്ന് ഞാൻ പറയും. എനിക്കതിനകത്തൊരു നാണമൊന്നുമില്ല. അല്ലാതെ ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്ക് ഞാൻ കണ്ടുപിടിച്ച സംഗതിയൊന്നുമല്ല. പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണല്ലോ യാത്ര എന്ന് പറയുന്നത്. ട്രാവലിംഗിൽ നിന്ന് എനിക്ക് കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇപ്പോൾ വികാടായാലും ശരി, അന്ന് തുടങ്ങിയ സ്റ്റെബിലൈസറിൻ്റെ യാതൊരു സാമ്യവുമില്ല ഇപ്പോഴത്തെ സ്റ്റെബിലൈസർ. കാരണം അതിൻ്റെ ടെക്നോളജിയൊക്കെ മാറി, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ മാറി, അതിൻ്റെ പെർഫെക്ഷൻ തന്നെ മാറി. ആ സമയത്തും ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു വിജയമോ ആയിരുന്നില്ല. എല്ലാം പരാജയം. അതെ അതാണ്. നമ്മളൊരു സൂപ്പർ ഇന്റലിജന്റ് ആവണമെന്നില്ല നമുക്ക് സക്സസ്ഫുൾ ആവാന്ന് എനിക്ക് തോന്നാറുണ്ട്. ആദ്യ കാലം തൊട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. 42-41 വർഷം വീഗാർഡ് ഗ്രൂപ്പിൽ ജോലി ചെയ്തവർ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഒരു ടീം ഓഫ് ആൾക്കാരില്ലാതെ ഒരു സ്ഥാപനവും വളരില്ല. അല്ല, ഞാൻ 10 വർഷമായിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസിൽ ഞാൻ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ല. അവരായി അവരുടെ ഉത്തരവാദിത്വമായി അവർക്ക് നന്നായാൽ അവർക്ക് കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കണം. ചിലരുണ്ട്, അതായത് എത്ര വയസ്സായാലും അധികാരം മക്കൾക്ക് വിട്ടുകൊടുക്കില്ല. ഞാനങ്ങനെയല്ലായിരുന്നു. തുടക്കം തൊട്ടേ വിട്ടുകൊടുത്തിരുന്നു. 74 വയസ്സായി. എൻ്റെ ഒപ്പം പഠിച്ച് പാസ്സായിട്ടുള്ളവർ പലരും ഇന്ന് ഈ ലോകത്തിലില്ല. നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ച കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും നാൾ ജീവിക്കാൻ പറ്റിയത്. ഞാനൊന്നും ഇത്ര നാൾ ജീവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ മീറ്റ് ദ ലെജൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കാണണം, മീറ്റ് ചെയ്യണം ആകെയുള്ളൊരു വ്യക്തി തന്നെയാണ്. ആൻഡ് ഹീസ് എ വെരി ഗ്രേറ്റ് ഒരു ബിസിനസ് ലെജൻഡ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന കൊച്ചൗസേബ് സർ ചിറ്റിലപ്പള്ളി. ഹായ് സർ. ഹായ്, വെൽക്കം. നമ്മള് മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 9 ഇയേഴ്സ് ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോത്ത് തീർച്ചയായിട്ടും കാണാം. ആ ഒരു ഗ്രാഫ് ഇങ്ങനെ പോകുന്നതും സാറിന്റെ അണ്ടറിലുള്ള ടീമിന്റെ ഗ്രാഫും എല്ലാം. 9 ഇയേഴ്സ് പ്രായം കൂടി എന്നുള്ളത് ഉറപ്പാണ് രണ്ടുപേർക്കും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു സാർ ഈ ഒരു ടൈം ഗ്യാപ്പ് നോക്കി, ഒരു 9 ഇയേഴ്സ് ഒരു 10 ഇയേഴ്സ് ഗ്യാപ്പ് നോക്കി കഴിഞ്ഞാൽ? 10 ഇയേഴ്സ് ഗ്യാപ്പിലുള്ളൊരു എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അപ്പോഴേക്കും 10 ഇയേഴ്സ് മുമ്പായിട്ട് തന്നെ ഞാൻ വിഗാർഡിൽ നിന്നും വണ്ടർലയിൽ നിന്നും ഒക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതെ. കാരണം സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇത്രയും ആളായപ്പോൾ അവരെ ഏൽപ്പിച്ച് ഞാൻ പതുക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ഒരു പ്രസ്ഥാനം തുടങ്ങി. കാരണം വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതായിരുന്നു ഒരു വിഗാലാൻഡ് ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ഷൻ മേഖല തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിലാണ്, 10 വർഷം മുമ്പായിരുന്നു. അതെ. അന്ന് അതിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഇപ്പോൾ അത് 10 വർഷത്തിനുള്ളിൽ ഇത്തിരി വലുതാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എടുത്ത് പറയാനുള്ളത്, കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ചാരിറ്റബിൾ ഇത് അതും ഇതുമാതിരി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത് വളരെ വിപുലീകരിക്കാനായിട്ട് സാധിച്ചു. 10 വർഷം കൊണ്ട് 10 വയസ്സ് കൂടി. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും സാർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മോർണിംഗ് പേഴ്സൺ, അല്ലെങ്കിൽ മോർണിംഗ് ആണ് കൂടുതൽ. ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ കോൾസുകളാണെങ്കിലും കൂടുതലും മോർണിംഗ് തന്നെ. ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ ഒരു ലേറ്റ് ആയി കഴിഞ്ഞാൽ സാറ് ഫോണൊന്നും യൂസ് ചെയ്യാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. സൈലൻ്റ് ആക്കുകയും ഫോൺ എടുത്ത് വെക്കുക. പക്ഷേ മോർണിംഗിലാണ് സാറിൻ്റെ എല്ലാ ഒരു ഐഡിയാസ് വർക്ക് ആവുന്നത്. അത് പണ്ട് തൊട്ടേ അത് എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറയിലുള്ളൊരു കുറേ പേരൊക്കെ അങ്ങനെയാണ് ചോദിക്കുമ്പോൾ. കാരണം അവരൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നേരത്തെ ഉണർന്നില്ലെങ്കിൽ അടി കൊള്ളും. അതായത് ഉറക്കത്തിലടി കൊള്ളും. അതായത് അമ്മ ഒരു തവണ വിളിക്കും, രണ്ടാമത്തെ തവണ വിളിക്കും, മൂന്നാമത്തെ തവണ വിളിക്കില്ല, അടിയായിരിക്കും, എഴുന്നേറ്റോളണം. അപ്പോൾ ഇപ്പോഴും ആ അടി പേടിച്ചിട്ടാന്ന് തോന്നും 5:30 ആകുമ്പോൾ തനിയെ കണ്ണ് തുറന്നു പോകും. ഒരു അലാം വെക്കേണ്ട കാര്യമില്ല. പിന്നെയല്ല, അപ്പോൾ നോക്കുമ്പോൾ അധികം പേര് ഉണർന്നിട്ടുണ്ടാവില്ല, ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ ആ നേരത്താണ് എൻ്റെ ക്രിയേറ്റിവിറ്റി, ഞാൻ ബുക്ക് എഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ പല ആശയങ്ങൾ മനസ്സിലുദിച്ചതും എല്ലാം ആ സമയത്താണ്. അതിപ്പോൾ
ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കാം. എനിക്ക് അതാണ്. ഇപ്പം സാർ അതുപോലെ തന്നെ ഈ പറഞ്ഞതായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ സാറ് കണ്ടെത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പം പ്രീവിയസ് ഡേ ആണ് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും സാറ് മോർണിംഗിലേക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രശ്നമായിരിക്കും, അയാൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ വിഷയമായിരിക്കും, ഈ പ്രോജക്റ്റിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിനെന്ത് ഉത്തരം പറയണം. അപ്പം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടണമെന്നില്ല. പക്ഷെ അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, അതായത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും, അതായത് മൈൻഡിൽ എന്ത് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പല്ല് തേക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് തോന്നും, അങ്ങനെ ചെയ്താലോ, കൊള്ളാലോ, ഒരു ഐഡിയ ആണല്ലോ, ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് മാത്രമല്ല, പലർക്കും. കാരണം നമ്മളൊരു അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ റിയലി അലട്ടണം, അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ വരില്ല. അലട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ ഒരു വേറെ വിധത്തിലുള്ളൊരാശയം ഉൾത്തിരിഞ്ഞു വരുന്ന എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലരും അത് പറയാറുണ്ട്. ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു ബയോപിക് അങ്ങനെ അങ്ങനെ ഒരു വ്യക്തമായിട്ട് ഒരെണ്ണം പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിൽ ഓരോ കാര്യങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രം ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ കാണുമ്പോൾ, നമ്മളൊരു തവണ വേണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഈ മനുഷ്യൻ സാധാരണ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സാധാരണ പയ്യനായിരുന്നു. നാണം കുണുങ്ങിയായിരുന്നു അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊക്കെ ഒരു ബലമാണ്. അതായത് നമ്മളും അങ്ങനെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറൊന്നും ആയിരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഞാൻ സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇല്ല. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ ആവാൻ പറ്റുകയാണെങ്കിൽ പലർക്കും ആവാൻ പറ്റുന്ന നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. അതുപോലെ ഒരാളുടെ കാര്യത്തിലല്ല, പലരെയും. പിന്നെ നെൽസൺ മണ്ടേല എത്രയോ വർഷം ജയിലിൽ കിടന്നു. എത്ര കൊല്ലം കിടന്നു? 26 വർഷം അങ്ങേര് ജയിലിൽ കിടന്നു. അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ആ കോൺഫിഡൻസ് പോയിട്ടില്ല. അതായത് വിശ്വാസം, ശുഭാപ്തി വിശ്വാസം, എനിക്ക് പറ്റും അല്ലെങ്കിൽ ഞാനത് നേടിയെടുക്കും എന്നുള്ള ആ സെൽഫ് കോൺഫിഡൻസ് അങ്ങേർക്ക് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് ഓരോരോ പാഠം പഠിക്കാനുണ്ടാവും. സാറിൻ്റെ ഒരു ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇപ്പോൾ റീഡിങ് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി വാച്ചിങ്, അതുപോലെ തന്നെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണല്ലോ യാത്ര എന്ന് പറയുന്നത്. എനിക്കൊന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും അത് വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നത്, ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിനായിക്കോട്ടെ പോകുന്നത് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടെ ആണല്ലോ. അല്ല, ട്രാവലിങ്ങിൽ നിന്ന് എനിക്ക് കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതായത് നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ വണ്ടർല തുടങ്ങിയത് തന്നെ യാത്രയുടെ ഉള്ളിൽ നിന്ന് ഉൾത്തിരിഞ്ഞൊരാശയമാണ്. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു, കുട്ടികൾ ചെറുപ്പമായിരുന്നു, അവർ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് സിംഗപ്പൂർ, ഹോങ്കോങ് ഒക്കെ പോയ സമയത്ത് അവിടെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോയി അവർക്ക് വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ മാറി നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, ഇതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആശയം വരുന്നത് അവിടെ നിന്നായിരുന്നു. പിന്നെ അതിനുവേണ്ടി യാത്രകൾ തുടങ്ങി. ഈവൻ ഡിസ്നി ലാൻഡിലും പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ചിറ്റലപ്പള്ളി സ്ക്വയർ തുടങ്ങിയതും അതുപോലെ കണ്ട ആശയങ്ങളുടെ, മറ്റ് രാജ്യങ്ങളിൽ കണ്ട ആശയങ്ങൾ കോപ്പി അടിച്ചത് തന്നെയാണെന്ന് ഞാൻ പറയും. എനിക്കതിനകത്തൊരു നാണമൊന്നുമില്ല. അതായത് അല്ലാതെ ഇപ്പോൾ എന്താണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഞാൻ കണ്ടുപിടിച്ച സംഗതിയൊന്നുമല്ല. എത്രയോ വർഷം മുമ്പ് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ചിറ്റലപ്പള്ളി സ്ക്വയർ ആണെങ്കിൽ തന്നെ അതൊരു 2 ഏരിയയാണ്. ഒന്നൊരു വെൽനസ് സെൻറ്റർ, അപ്പോൾ അതിൽ തന്നെ ഒരു അഡ്വഞ്ചർ ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ നമ്മൾ വിദേശത്ത് കാണാറുണ്ട്. പക്ഷേ അവിടെ ചോദിക്കുമ്പോൾ അത് പലതും പ്രൈവറ്റ് അല്ല, അത്
മുനിസിപ്പാലിറ്റി ഓൺഡൊക്കെയാണ്. അതെ. പബ്ലിക് ഫെസിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അവിടെ നല്ലൊരു പബ്ലിക് പാർക്കില്ല. കുട്ടികൾക്ക് സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, അല്ലെങ്കിൽ ജോഗിങ് ആയാലും എക്സസൈസിന് പറ്റിയൊരു ഏരിയ. അപ്പോൾ എന്തുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൂടാന്ന് തോന്നിയതൊക്കെ ഇതിൻ്റെ തോട്ടിൽ വന്നതാണ്. ഇപ്പോൾ ഈ സാർ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊന്നു ആ ടൈമിൽ വികാട് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ എനിക്കൊന്ന് ആ സമയത്തും ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു വിജയമോ ആയിരുന്നില്ല. എല്ലാം പരാജയം. അതെ അതെ അതാണ്. ഫോർ എക്സാമ്പിൾ സി ചാനലുകാർക്ക്, സി ടി വിക്കാർക്ക്, അവർക്ക് SL വേൾഡ് എന്ന് പറഞ്ഞ് ഒരു ബോംബെയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതുപോലെ കൽക്കട്ടയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഡൽഹിയിൽ അപ്പുഗർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ചെന്നൈയിൽ കിഷ്കിന്ത എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തുടങ്ങിയ വിജയിക്കുന്നു. കാരണം അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നതിന് തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു. അത് അതിൻ്റെ ശ്രദ്ധ കുറവും, കാരണം അവർക്ക് മേജർ വേറെ ബിസിനസ്സുണ്ട്. കാരണം ഇപ്പോൾ നവോദയ ഗ്രൂപ്പിന് ഫിലിം ഡിവിഷനുണ്ട്, പ്രൊഡക്ഷനുണ്ട്, ഇതൊരു സൈഡ് ബിസിനസ്. പക്ഷെ ഞാനതിൽ ഫുൾ പ്ലഡ്ജഡായിട്ട് ഞാൻ ഇൻവോൾവ്ഡായി. ഞാൻ ചെയ്ത ബിസിനസ്സിൽ അത് കാരണം കൊണ്ട് അത് സക്സസ് ആയി. ബാക്കി പലതും പൂട്ടിപ്പോയി. അതെ, എനിക്ക് ഓർക്കുന്നുണ്ട് കിഷ്കിന്ത, ബ്ലാക്ക് തണ്ടർ, അതെ അതെ ചിലതൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഇപ്പോൾ വണ്ടർല പോലെ ഒരു ചെയിൻ ഓഫ് അമ്യൂസ്മെന്റ് പാർക്ക് ഇപ്പോൾ 4ാമത്തെ സ്ഥലത്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. പല സ്ഥലങ്ങളിലുള്ളത് കൊണ്ട് തന്നെ ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദ്, ഇപ്പോൾ ഭുവനേശ്വർ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേ നമുക്കൊരു ഡൗട്ട്, അത് പലപ്പോഴും അതിനൊരു വളരെ നല്ല രീതിയിലൊരു ഒബ്സർവേഷൻ തീർച്ചയായിട്ടും വേണ്ടേ അതിനൊരു ടീം. അതായത് ഇപ്പം നോക്കിക്കഴിയുമ്പോൾ ഇപ്പം വണ്ടർല എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. റൈറ്റ്സിലാണെങ്കിലും വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത്, ഓക്കെ അതിന് ഒരിതില്ല, അത് മാറ്റാം, നമുക്ക് വേറെ വെക്കാം. അതൊരു ഭയങ്കര ഇവോൾവിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്? അല്ല, അത് തുടക്കത്തിലൊക്കെ ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ ഉത്തരവാദി. പക്ഷേ പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അവർ യങ്സ്റ്റേഴ്സാണ്. ഇവർ എന്നെക്കാളും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു അത് നേരിട്ട് ഇവിടെ കോപ്പി ചെയ്യുകയാണെങ്കിൽ തന്നെ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ അതിൻ്റെ ചുരുങ്ങിയ ചിലവിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നാലോചിച്ചിട്ട് വലിയ വലിയ റോളർ കോസ്റ്റർ ആയാലും ശരി, അതിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടർലയിൽ കാണുന്നതിൻ്റെയൊക്കെ 10 ഇരട്ടി വലിപ്പമുള്ള വേറെ ആശയങ്ങൾ വിദേശത്തുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ചെറിയ പതിപ്പുകൾ ഇവിടെ കൊണ്ടുവരുന്നു. മാറ്റങ്ങൾ അനിവാര്യമാണ്. അതായത് അതിപ്പോൾ വിഗാർഡായാലും ശരി, വിഗാർഡ് ഇപ്പോൾ സ്റ്റെബിലൈസറായിട്ടാണ് ആദ്യം തുടക്കം. ഇപ്പോൾ 44 വർഷവും കഴിഞ്ഞു. അന്ന് തുടങ്ങിയ സ്റ്റെബിലൈസറിൻ്റെ യാതൊരു സാമ്യവുമില്ല ഇപ്പോഴത്തെ സ്റ്റെബിലൈസർ. കാരണം അതിൻ്റെ ടെക്നോളജിയൊക്കെ മാറി, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ മാറി, അതിൻ്റെ പെർഫെക്ഷൻ തന്നെ മാറി, മെത്തഡോളജി മാറുന്നു, ലൈഫ് സ്പാനും. അതെ. അപ്പോൾ പക്ഷെ അന്നും ക്വാളിറ്റി നമ്മൾ നിലനിർത്തിയിരുന്നു അന്നത്തെ ഇത് വെച്ചുകൊണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി മാറ്റങ്ങൾ വന്നതനുസരിച്ചിട്ട് ഒത്തിരി മാറ്റങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വെൽനസ് പാർക്കും ഉണ്ട്. ഇപ്പോൾ അത് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാറൊക്കെ ആണെങ്കിൽ മോർണിംഗ് പറ്റുന്ന ടൈമിൽ എനിക്ക് വേണമെങ്കിൽ യോഗ ഒക്കെ സാറ് ചെയ്യുന്നൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ ജിമ്മിൽ വരെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റായിട്ട് ഇരിക്കുക എന്ന് പറയുന്നൊരു ടീം ഇപ്പോൾ ആൾക്കാർക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യും? ഈവൻ സാറിൻ്റെ ലൈഫിലും സാറും അങ്ങനെ മോർണിംഗ് ഒരു റൊട്ടീൻ, വളരെ നല്ലൊരു റൊട്ടീൻ ഈവൻ ഫിസിക്കലി. ഞാനിപ്പോൾ 74 വയസ്സായി. എൻ്റെ ഒപ്പം പഠിച്ച് പാസ്സായിട്ടുള്ളവർ പലരും ഇന്ന് ഈ ലോകത്തിലില്ല. ചിലർ സിക്കായി കിടക്കുന്നു, ചിലർ വീട്ടിലിരിപ്പാണ്. അതേമാതിരി എൻ്റെ ഒപ്പം ബിസിനസ് ചെയ്തിരുന്നവരിന്ന് ലോകത്തിൽ തന്നെ ചിലരില്ല. അപ്പോൾ ആദ്യമേ തന്നെ ആരോഗ്യം വേണമെന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. അത് കുറേ നമ്മൾ ഉത്സാഹിക്കണം, അല്ലാതെ അതെല്ലാം ദൈവം തരുമെന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം.
അത് പ്രധാനമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ച കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും നാൾ ജീവിക്കാൻ പറ്റിയത്. ഞാനൊന്നും ഇത്ര നാൾ ജീവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അത് നമ്മളുടെ ഒരു വിൽ പവറും നമ്മളുടെ ഒരു കോൺഫിഡൻസും അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. അപ്പം ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ചു കൊള്ളുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലവും കോളേജ് വിദ്യാഭ്യാസം അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സിറ്റിക്കകത്ത് താമസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മടി പിടിക്കും. അത് മടി പിടിച്ചാൽ പിന്നെ അത് മടിയനായി പോകും. അപ്പോൾ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ അസുഖം ഈ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ കാണണം, ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കണം. ആ സമയം മതിയല്ലോ നമുക്ക് ഡെയിലി വർക്കൗട്ടിന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കോമ്പൻസേറ്റ് ചെയ്ത് പോവല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ആദ്യ കാലം തൊട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അത് മെയിൻറ്റെയിനിങ് ദ ടീം എന്ന് പറയുന്നൊരു മാജിക് തന്നെയാണ് എന്ന് വേണം, ഒരു ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അതെങ്ങനെയാണ്? വി-ഗാർഡ് തുടങ്ങിയിട്ട് 44 വർഷമായി. 42-41 വർഷം വി-ഗാർഡ് ഗ്രൂപ്പിൽ ജോലി ചെയ്തവർ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവർക്ക് ചിലർക്ക് 64-68 വയസ്സായിട്ടുണ്ട്. അവര് പിരിഞ്ഞു പോകണില്ല. അങ്ങനെയല്ല, അവരെ കൊണ്ട് എനിക്ക് ആവശ്യങ്ങളുണ്ട് താനും. അതായത് അവര് ബാക്കിയുള്ളവരെ ട്രെയിനിങ് കൊടുക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഒരാൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്, ഒരാളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും. അതേസമയം ഒരു ടീം ഓഫ് ആൾക്കാരില്ലാതെ ഒരു സ്ഥാപനവും വളരില്ല. അല്ലാതെ എല്ലാം ഞാൻ കാരണം കൊണ്ടാണ് വളർന്നത്. ഞാൻ പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു. അവരും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരും പലതും നേതൃത്വം വഹിക്കുന്നു. ആക്ച്വലി വി-ഗാർഡ് ഇന്ന് മാറി വണ്ടർല തുടങ്ങാനായിട്ട് ധൈര്യം കിട്ടിയത് തന്നെ അതുകൊണ്ടാണ്. കാരണം അപ്പോഴേക്കും ധാരാളം മാനേജേഴ്സും എൻജിനീയേഴ്സും എക്സിക്യൂട്ടീവ്സൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായി. അപ്പോൾ അവര് ഞാൻ മാറി നിന്നാലും അവർ നടത്തിക്കോളും എന്നുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ട്. ഞാൻ എപ്പോഴും ആളുകളെ വിശ്വസിക്കുന്ന ആളാണ്, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കും, റെസ്പോൺസിബിലിറ്റി കൊടുക്കും, അവർ പെർഫോം ചെയ്യുന്നു. ആരും തന്നെ വലിയ IIT അല്ലെങ്കിൽ IIM എന്ന് വന്നവരൊന്നുമല്ല. കാരണം ഞാനും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്കും അത് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ട് ഒരുമിച്ചിരുന്ന് പഠിച്ചു, ഈ പറയുന്ന പോലെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ സ്പോർട്സോ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ത്രൂ ഔട്ട് കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികളുണ്ടോ, അല്ലെ അവർ കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു ഘട്ടം കഴിഞ്ഞ് സാറിന് ഇപ്പം ഇങ്ങനെ ആയില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. അതെങ്ങനെ? അല്ല, അത് എന്നെപ്പറ്റി എനിക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അതായത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ BSc-ക്കായാലും ശരി MSc-ക്കൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ചിലവർ IAS കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്, IRS, IPS, IFS ഒക്കെ കിട്ടിയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ ആയിട്ട് എനിക്ക് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അവർക്ക് റിട്ടയർ ചെയ്തിട്ട് പാവങ്ങൾ വീട്ടിലിരിക്കുക. ഞാനിപ്പോഴും നമ്മുടെ ഒരു തൊഴിൽ തുടർന്ന് കൊണ്ടുപോകുന്നു. അതെ, അവര് സ്മാർട്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ മറ്റേ IAS ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആവണമെന്നില്ല നമുക്ക് സക്സസ്ഫുൾ ആവാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അതിനകത്തൊരു സാമാന്യ ബുദ്ധിയെന്നോ അല്ലെങ്കിൽ കോമൺ സെൻസും അതൊക്കെ ഒരു മിക്സാണ്. ഓട്ടോമാറ്റിക്കലി അത് വന്ന് ഭവിക്കും നമ്മൾ നന്നായിട്ട് ചെയ്താൽ. നമുക്ക് അതിന് കണ്ടുപിടിക്കാനായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു നോക്കിയാൽ പോരെ. അത് നമുക്ക് കോപ്പി അടിച്ചാൽ പോരെ. ഞാൻ കോപ്പി അടിക്കുന്നു എന്ന് ഞാൻ പിന്നെയും പറയുന്നത് ഞാനായിട്ട് പുതിയതൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാന്നേ. ഒക്കെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയും വി-ഗാർഡ് ഒരിക്കലും വലിയ ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പോലെയോ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ് പോലെയോ അല്ലെങ്കിൽ മറ്റേ എലോൺ മസ്ക് പോലെ അങ്ങനത്തെ വളരെ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം നമ്മുടെ പരിധിയിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു, സക്സസ്ഫുൾ ആക്കി. അത്
നിലനിർത്തുന്നു, ആൾക്കാരെ സ്വീകരിക്കുന്നുമുണ്ട്, ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് നോക്കുമ്പോൾ സിനിമകൾ കാണുന്നൊരു വ്യക്തിയാണോ? പണ്ടത്തെ സിനിമ കാണുമ്പോഴുള്ള ആ ഒരു ഗൂസ് ബംസ് ഇപ്പോൾ അതെങ്ങനെയാണ് സിനിമകൾ? ഇപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഫിക്ഷനേക്കാളും കൂടുതൽ സിനിമ ഒരു ഫിക്ഷനാണല്ലോ. റിയാലിറ്റി സൈഡ് കാണാൻ താല്പര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഞാൻ കണ്ടില്ല, പക്ഷേ അതിന് പകരം ഞാൻ അവരുടെ ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കി. പണ്ടത്തെ അത് പല ചാനലിലൊക്കെ പിന്നീട് ഈ ഫിലിം സക്സസ് ആയിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് എനിക്ക് താല്പര്യം. അതായത് റിയൽ ഈ മഞ്ഞുമൽ ബോയ്സ് ആരായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറയല്ല. അപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു ഏജിൽ എനിക്ക് വന്ന് അതൊക്കെയാണ് എന്നെ ത്രസിപ്പിക്കുന്നത്, ഇൻട്രസ്റ്റഡ് ആക്കുന്നത് അല്ലേ? ഇപ്പോൾ ആടുജീവിതം ഞാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ ബുക്ക് ഫുള്ളായിട്ടിരുന്ന് വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കൊരു ധാരണയുണ്ട്. ഇനിയിപ്പോൾ ഫിലിം കണ്ടിട്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കളയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതിനേക്കാളും നന്നായിട്ടുണ്ടായിരിക്കാം. ശരി, ഓൾറെഡി ഒരു പിക്ചറസ് ആണ് മൈൻഡിലുണ്ട്. അത് വായിച്ച് അതിൻ്റെ ഒരു കൺസീവ് ചെയ്തേക്കുന്ന ഒരു രീതി ഉണ്ടാവും. അത് കഴിഞ്ഞ മൂവി കാണുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു ആടുജീവിതത്തിലെ നജീബ് പല റിയാലിറ്റി ഷോയിലും അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണും. കാരണം ഒന്നുമല്ല, ഈ മനുഷ്യൻ എങ്ങനെ അത് സർവൈവ് ചെയ്തു. കാരണം ബുക്കിൽ നമ്മൾ വായിച്ചതാ. ബട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു മുഖത്തൊരു വികാരമില്ലാത്തൊരു മനുഷ്യനെയാണ് ഞാൻ ഈ ശ്രീകണ്ഠൻ നായരുടെ ഷോയിലൊക്കെ കണ്ടത്. എനിവേ അതെ അതെ, ഇപ്പം കൂടുതലായിട്ടും ഉണ്ടല്ലോ, അത് വൈറലായിട്ട് വരുന്നുണ്ട്. ഈ നമുക്ക് ഈ ഒരുപാട് കോൾസുകളും കാര്യങ്ങളൊക്കെ സാറിന് വരുന്നുണ്ട്. പല റിലേറ്റഡ് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം അത് ടാക്ടിക്കലി ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്കൊരു ജോയ് അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ കിട്ടുന്ന ടൈമിൽ കൂടുതലും വെളിയിൽ പോവുകയാണോ, യാത്ര പോവുകയാണോ, അത് വേറെന്തെങ്കിലും അങ്ങനൊരു ചിലവഴിക്കുന്ന സമയം? ഞാൻ എൻ്റെ ഡേ ടു ഡേ വർക്ക് എൻജോയ് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് സാറ്റർഡേ സൺഡേ ഞാൻ ബോറടി. അതായത് മൺഡേ മോർണിംഗ് ആയി കിട്ടാൻ ഞാൻ കാത്തിരിക്കുക. അതായത് ഒന്നുമല്ല, എനിക്ക് ഓഫീസിൽ പോകണം, എൻ്റെ സ്റ്റാഫുമായിട്ട് മിങ്കിൾ ചെയ്യണം, അല്ലെങ്കിൽ മാനേജേഴ്സായിട്ട് മിങ്കിൾ ചെയ്യണം, ആക്ടിവിറ്റിയിലേക്ക് കിടക്കണം. അപ്പോൾ ദാറ്റ് വേ ഞാൻ എവിടെ ഇട്ടാലും ജീവിക്കും എന്നുള്ള ഒരു തിരക്കാരനാണ്. അതേസമയം ഞാനങ്ങനെ എന്താ പറയുക, ചിലർ പറയും ലൈഫ് എൻജോയ് ചെയ്യണം. പക്ഷെ ഞാൻ പറയും ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എൻജോയ്മെൻറ്റ് ആവാം. അത് ബാലൻസ് ചെയ്യാതെ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അവരോട് ചോദിക്കാറുണ്ട്. അതായത് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻജോയ്മെന്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയും ഓക്കെ ആയിക്കോളൂല്ലോ എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? ഇപ്പം നമ്മളുടെ ഇപ്പം നെക്സ്റ്റ് ജനറേഷൻസ് ഒക്കെ വരുമല്ലോ. നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ സാറ് വർക്ക് ചെയ്തൊരു രീതികളുണ്ടാവാം, അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ടേക്കപ്പ് ചെയ്യുന്നൊരു രീതികൾ വ്യത്യാസമായിരിക്കാം ഇപ്പോഴത്തെ ചിലപ്പോൾ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സാറിൻ്റെ നെക്സ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയുണ്ടായിട്ടുണ്ടോ? കാരണം അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്, ഞാൻ ആരും ഉപദേശിക്കാനേക്കാളും നല്ല ഞാൻ എന്താ ചെയ്യണമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലാതെ നമ്മൾ ഒരാളെയും ഉപദേശിച്ചിട്ട് നന്നായിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അതായത് ആരെയും ഉപദേശിച്ചിട്ട് അയാൾ കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പിന്നെ പുതിയ ജനറേഷൻ അവർ സ്റ്റൈൽ തന്നെ വേറെയാണ്. കാരണം അതിപ്പോൾ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല മിക്കവരും. കാരണം അവർ കുറേയും കൂടിയും ടെക്നോളജി ഡ്രിവൺ ആണ്. ശരി. പണ്ട് ഞാൻ MSc മറ്റേ ഇലക്ട്രോണിക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു ഞാൻ ടെക്നോളജിയിൽ ഞാൻ പുലിയാണെന്ന്. പക്ഷേ പിന്നെ ഞാൻ ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. പക്ഷേ സമയമെടുക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ ഇപ്പം ഇന്ന് ഞാൻ ഇപ്പോഴത്തെ ടെക്നോളജിയുടെ കാര്യത്തിൽ ഞാൻ പുറകിലാണ്. ഞാൻ എൻ്റെ
പല മാനേജേഴ്സിനെയും യങ്സ്റ്റേഴ്സിനെയും എൻ്റെ സെക്രട്ടറിനെയൊക്കെ ആശ്രയിക്കുകയാണ് പല കാര്യങ്ങൾക്കും. ഇപ്പോൾ ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നൊരു ടേം ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ ചിലർക്ക് അവരവരുടെ ലൈഫിൽ നിന്ന് തന്നെ കിട്ടിയേക്കാം, അല്ലെ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ നമുക്കൊരു കോൺഫിഡൻസും ഇൻസ്പിറേഷനും വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരാളുടെ ലൈഫ് നമ്മൾ കണ്ട് ഇൻസ്പയർ ആവാം. സാറിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ സാറിൻ്റെ ലൈഫ് തന്നെ ലൈഫിൻ്റെ ഇത് തന്നെയാണോ ഒരു ഇൻസ്പിറേഷൻ? എനിക്ക് തോന്നുന്നു രണ്ടും നമുക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാതെ പറ്റില്ല. അതേസമയം അതോടൊപ്പം തന്നെ നമ്മൾ മോശക്കാരനല്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണം. ഐ ആം പവർഫുൾ, ഐ ആം കോമ്പിറ്റൻറ്റ്, ഐ ആം കേപ്പബിൾ എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷെ അത് വിചാരിച്ചിട്ട് അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നാട്ടിൽ എന്ത് നടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വി-ഗാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒത്തിരി നാളെ അവിടെ നിന്ന് മാറി നിന്നിട്ട്, പക്ഷേ ഞാനുള്ള സമയത്ത് തന്നെ എത്രയോ പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എനിക്കൊരിടയ്ക്ക് തോന്നിയിരുന്നു, അയ്യോ ഈ സ്റ്റെബിലൈസറൊക്കെ നിന്ന് പോയാലാ എന്ത് ചെയ്യും, ഇപ്പോൾ വേറെ പ്രോഡക്ട്സ് വേണ്ടേ. അപ്പോൾ നാട്ടുകാർക്ക് ആവശ്യമുള്ള സംഗതികൾ എത്രയോ ഉണ്ട്. വാട്ടർ ഹീറ്റർ, അല്ലെങ്കിൽ ഫാൻ, അല്ലെങ്കിൽ സോളാർ വാട്ടർ ഹീറ്റർ, അല്ലെങ്കിൽ എത്രയോ ഐറ്റംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതെ. അപ്പോൾ ഏതായാലും അത് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആളുകൾ വാങ്ങിക്കില്ലേ, ആ ഒരു ധൈര്യം. അല്ലെങ്കിൽ ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അത് നല്ല റിസ്ക്കാണ്. കാരണം അവിടെ ഒരു അപകടം വന്ന് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ ഒരു ചിരിയൊന്നും ഉണ്ടാവില്ല. അതെ. അപ്പോൾ പക്ഷെ അത് സാധിക്കും. കാരണം കെയർഫുള്ളായിട്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് മെയിൻ്റനൻസും അല്ലെങ്കിൽ പീരിയോഡിക്കൽ മെയിൻ്റനൻസൊക്കെ ആണെങ്കിൽ അപകടങ്ങൾ ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. ശരി, അതൊരു റിസ്ക് തന്നെയാണല്ലേ? അത് എനിക്ക് തന്നെ ചിലപ്പോൾ പേടി തോന്നും, അയ്യോ ഇതൊക്കെ ഓരോ ദിവസവും അവിടെ ആയിരക്കണക്കിന് പേര് വരുന്നു, ഒരു ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷേ അവിടെ ഒരു സാധനം കേടായിക്കഴിഞ്ഞാൽ ഇതല്ല കളി, അല്ലേ? സത്യം, ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് മതിയല്ലോ, അല്ലേ? അതെ. മാത്രമല്ല ഇപ്പോൾ ഈ പലപ്പോഴും പല വേറെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ചെറിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ചിലപ്പം വാർത്തയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യരുടെ മനസ്സിലേക്കൊരു ഇതല്ലേ വരുന്നത്, അയ്യോ അതുകൊണ്ട് ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും പോകാൻ മടി വരും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ചിലപ്പോൾ ആ ഒരു മാസം ടൈമിൽ ചിലപ്പോൾ പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അത് മെമ്മറി അത് മാറും. അത് ഒരു ചാലഞ്ച് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ വണ്ടർലയിലും കൊച്ചു ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വന്ന ആ ഗസ്റ്റിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ കെയർലെസ്നെസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ പ്രമായസത്തിലുണ്ടായതായതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്കതൊരു ചീത്തപ്പേരുണ്ടാക്കും. അതുകൊണ്ട് അവരും ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു അപ്രോച്ച് പ്രധാനമാണ്. ഇത് വെളിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ റീസൺ ആരും കോസ് ആരും തിരക്കാതെ അവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായെന്ന് മാത്രമല്ലേ പറയുള്ളൂ. അങ്ങനെയുള്ള റിസ്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പുതിയതായിട്ടുള്ള അവിടെ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വരുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 5-10 വർഷമായിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസിൽ ഞാൻ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ല. അവിടെ അവരുടെ ബോർഡിൽ ഒരു അലങ്കാര പോസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് ചെയർമാൻ എമരിറ്റസ് എന്നുള്ള ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അവരായി അവരുടെ ഉത്തരവാദിത്വമായി അവർക്ക് നന്നായാൽ അവർക്ക് കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കണം. കാരണം എന്നാലേ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലരുണ്ട്, അതായത് എത്ര വയസ്സായാലും അധികാരം മക്കൾക്ക് വിട്ടുകൊടുക്കില്ല. ഞാനങ്ങനെയല്ലായിരുന്നു, തുടക്കം നട്ടേ വിട്ടുകൊടുത്തിരുന്നു. ആയിരുന്നു. ഇപ്പോൾ ഈ വെൽനസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, അതും നമുക്ക് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാം. സാറ് പറഞ്ഞതുപോലെ തന്നെ അത് കൂടുതലും പബ്ലിക് ഓൺഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി അതായിരിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ റെസ്പോൺസ് എന്നുള്ള നിലയിൽ വെൽനസ് പാർക്ക് എങ്ങനെയുണ്ട്? ആൾക്കാരുടെ ഒരു റെസ്പോൺസ്
അതായത് അത് തുടങ്ങാനായിട്ട് എനിക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ സിറ്റി വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ സിറ്റി ഇതിനേക്കാളും വലിയ സിറ്റി ആയിരിക്കാം, പക്ഷെ അവിടെ അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള റിക്രിയേഷൻ ഏരിയാസും അല്ലെങ്കിൽ വെൽനസ് സെൻറ്ററുകളും ഒക്കെ ഉണ്ട്. കാര്യം നമുക്ക് ഇവിടെ കൂണ് പോലെ ജിമ്മുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഓപ്പൺ ഏരിയയിൽ ഉള്ള ഫെസിലിറ്റികൾ സറ്റുവേ കുറവാണെന്ന് തോന്നുന്നു. ആരും കുറ്റം പറയുകയല്ല, കാരണം അത് കുറേയൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഇവിടെ എത്രയോ പാർക്കുകളുണ്ട്, പക്ഷെ അത് വെൽ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ ധാരാളം പേര് അവിടെ പോയിരുന്നേനെ. ഇപ്പോൾ പക്ഷേ അതേസമയം നമ്മുടെ പബ്ലിക് പാർക്കുകളിൽ പലരും പോകുന്നില്ല. എന്താ കാരണം? മെഷീൻസ് വെൽ മെയിൻറ്റെയിൻഡ് അല്ല. അപ്പോൾ നാച്ചുറലി ആളുകൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ അതുപോലത്തെ ഒരെണ്ണം വന്നാലും ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഇവിടെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള റോക്ക് ക്ലൈംബിങ്, അല്ലെങ്കിൽ റോപ്പ് വാക്കിംഗ്, അല്ലെങ്കിൽ സിപ്പ് ലൈൻ, അങ്ങനെയൊക്കെയുള്ളത് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്യുറസി വരാനും. അതെ, അത് ആക്ച്വലി ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റൊക്കെ പറയുന്നത് കുട്ടികൾക്ക് അങ്ങനത്തെ ചലഞ്ചസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ, ഞാനൊക്കെ ചെറുപ്പത്തിൽ അറിഞ്ഞോ അറിയാതെയോ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് കുറേ ഉത്തരവാദിത്തങ്ങളും കുറേ, ഞാനൊക്കെ ചെറുപ്പത്തിൽ മാവിൻ്റെ മുകളിലൊക്കെ പഠിച്ചു കയറിയിട്ടുള്ള ആളാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള ധൈര്യം സാഹചര്യവുമില്ല. ഇല്ല. ഇവിടെ വലിയ ഹാർനസിങ് ഇട്ടിട്ട് വലിയ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം എന്നിട്ടും കുട്ടികൾക്ക് ഭയമാണ് അതിൽ കയറാനൊക്കെ. അപ്പോൾ അതേമാതിരി സ്വിമ്മിങ് പഠിച്ചിരിക്കണം. അതൊരു ലൈഫ് സ്കില്ലാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല രാജ്യങ്ങളിലും 10th പാസ്സാവുമ്പോഴേക്കും സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. അതൊരു കമ്പൽസറിയാണ്, മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്വിമ്മിങ് പൂളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫെസിലിറ്റിക്ക് ടേക്കേഴ്സ് ഉണ്ടെന്നർത്ഥം. സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ടൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഒരു നിക്കർ മാത്രം ഇട്ടാണ് മാവിൻ്റെ മേളിൽ കയറുന്നത്. ഒരു കല്ലുമായിട്ട് ഉപ്പും മുളകുമായിട്ട് കയറും, ഒരു സേഫ്റ്റി ഇല്ല. അവിടെയാണ് തെന്നലും ഉണ്ട്, പശയും മാവിൻ്റെ എല്ലാം ഉണ്ട്. അത് മറ്റേ ചോണനുറുമ്പും ഉണ്ടാവും, നീറ് ചുമല, അത് ചുമന്ന ഉറുമ്പ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ശരിക്കും ചേഞ്ച്, അത് സാറ് കൺമുന്നിൽ കാണുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മളൊക്കെ നമ്മൾ പറയും ഈ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയും. അതായത് നമ്മളൊക്കെ അടിയൊക്കെ കൊണ്ട് തന്നെയാണ് വളർന്നത്. അതായത് അടിപിടി കൂടിയിട്ട് തന്നെയാണ് വളർന്നത്. അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കുലുങ്ങില്ല. കാരണം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള കാരണം കൊണ്ട് നാട്ടിൻപുറത്ത്. അത് വിചാരിച്ചിട്ട് നമ്മൾ തെല്ലുണ്ടാക്കാൻ പോകാറില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഓൾറെഡി നമുക്ക് ആ ഒരു നമ്മുടെ ലൈഫിൽ ഇതിലൊരിതുണ്ട്, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ട്. അത്ര കോൺഫിഡൻസ് പുതിയ തലമുറയിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയം. അവർ വേണമെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഓവറോൾ ഈ പറഞ്ഞ വെൽനെസ്സിൽ ഇത് പെടില്ലേ? അതെ, എല്ലാം ഓൾ ടുഗെദർ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും ഗ്രാഫ് കൂടി, എല്ലായിടത്തും കൂടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കാം അല്ലേ? അതിന് ഇത്തരം സൗകര്യങ്ങൾ ഉപകരിക്കും. തീർച്ചയായിട്ടും വെൽനസ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഈ ആക്യുറസി, നമ്മുടെ മൈൻഡ് ഒന്ന് കോൺഫിഡൻ്റ് ആവാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുപോലെ തന്നെ പോട്ടെ സാർ. താങ്ക് യു ശംഭു. താങ്ക് യു സോ മച്ച്. യെസ് താങ്ക് യു.